ഈ ഒരു സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഈ ബുൾ മാർക്കറ്റ്, കോവിഡിന് ശേഷം തുടങ്ങിയിട്ടുള്ള ബുൾ മാർക്കറ്റ് അവസാനിച്ചോ, അല്ലെങ്കിൽ വേറൊരു ഫേസിലേക്ക് മാർക്കറ്റ് കടന്നു എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ പലരുടെയും മനസ്സിലുണ്ട്, എൻ്റെയും ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു കൺക്ലൂസീവായിട്ട് അല്ലെങ്കിൽ ഒരു 100% ഷുവറായിട്ട് നമുക്ക് ഒരു ആൻസറും പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ പറയാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നേനെ. നമുക്ക് 100% ഗ്യാരണ്ടീഡ് ആയിട്ട് ഒന്നും പറയാനായിട്ട് പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും ഫാക്ട്സിൻ്റെ പുറത്ത്. അതുമാതിരി നമുക്ക് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഗസ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയ്ക്ക് ആ കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം നമുക്ക് വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട്, റിസ്ക് എക്സ്പോഷർ റെഡ്യൂസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് എല്ലാവരും ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവുന്നത്. അല്ലാണ്ട് ഒരു നല്ല സ്ട്രാറ്റജി മാത്രം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വ്യൂസ് ശരിയായതുകൊണ്ട് മാത്രമോ നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ്സ് ഉണ്ടാക്കില്ല. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ബുൾ മാർക്കറ്റ് അവസാനിച്ചോ എന്ന്. അപ്പോൾ ഇത് അവസാനിച്ചോ എന്ന് നമുക്ക് തീർത്തൊന്നും പറയാനായിട്ട് പറ്റില്ലെങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസ് അത്ര വലുതൊന്നുമല്ല എങ്കിലും നമ്മൾ പണ്ടത്തെ അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പാസ്റ്റ് ഡാറ്റ റിലേ ചെയ്തു അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റേനെ റെഫർ ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാസ്റ്റ് ഡാറ്റ നോക്കി കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബേസിസിൽ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും ഒരു നല്ല പോലെ ഐഡിയ കിട്ടും, എങ്ങനെയാണ് ഒരു ബുൾ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബുൾ മാർക്കറ്റിൻ്റെ ടൈമിങ്, എപ്പോഴാണ് ഒരു ബുൾ മാർക്കറ്റ് തീരാൻ പോകുന്നതൊക്കെ ഉള്ളതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഐഡിയ കിട്ടും. എനിക്കും അത്രയൊക്കെ തന്നെ ഐഡിയ ആണുള്ളത്. എനിക്കൊരിക്കലും ഇത് കൺഫേം ചെയ്ത് പറയാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാസ്റ്റ് ഒരു 30 വർഷത്തെ അല്ലെങ്കിൽ ഒരു 40 വർഷത്തെ നമ്മുടെ പാസ്റ്റ് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ സെൻസെക്സിൻ്റെ ഒരു ഹിസ്റ്റോറിക് ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുൾ മാർക്കറ്റ് ബേസിക്കലി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1.5 വർഷത്തിൻ്റെ ആ ഒരു കാലയളവിലാണ് ഒരു ബുൾ മാർക്കറ്റ് നോർമലി ലാസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ചില കേസസിൽ അത് ഇപ്പോൾ ഒരു എക്സെപ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 2003 തൊട്ട് 2008 വരെ ഒരു ബുൾ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് 4-5 വർഷം നിന്നു. അപ്പോൾ അതൊരു എക്സെപ്ഷനാണ്. പക്ഷെ അതൊഴിച്ചു കഴിഞ്ഞാൽ മിക്ക ബുൾ മാർക്കറ്റ്സ് ഒരു 1.5 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 18 months 72 weeks ഈ ഒരു കാലയളവിലാണ് മിക്ക ബുൾ മാർക്കറ്റ്സും നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ബുൾ മാർക്കറ്റ് ഫേസിൽ നിന്ന് മാറി ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ക്രാഷ് ഫേസിലേക്കാണ് മാറുക. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിന് കുറച്ച് എക്സാമ്പിൾസ് പെട്ടെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ചാർട്ട് നിങ്ങൾ നോക്കാം. ഞാനിത് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് മാറ്റി വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുൾ മാർക്കറ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം February 2009 ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് എൻഡ് ചെയ്യുന്നത്, ഇതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് November 2010 ആണ്. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1.5 വർഷം, എക്സാക്റ്റ് അല്ല, ഓൾമോസ്റ്റ് 1.5 വർഷം. ഇനി അതുമാതിരി നമുക്ക് ഇവിടെ വീണ്ടും ഒരു ബുൾ മാർക്കറ്റ് കാണാനായിട്ട് പറ്റി. ഈ നോക്കിക്കഴിഞ്ഞാൽ ഇത് August 2013 തൊട്ടിട്ട് August 2015 വരെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2 year 18 months അല്ല, ഒരു 24 months എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് മാത്താണ്, അല്ലാണ്ട് എക്സാക്റ്റ് ആയിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 30 വർഷത്തിൻ്റെ ബുൾ റണ്ണിൻ്റെ ആവറേജ് ആണ് ഈ ഒരു പറയുന്ന ഒരു 1.5 വർഷം എന്നൊക്കെ പറയുന്നത്. ഇനി അതുമാതിരി ഈ ഒരു ബുൾ മാർക്കറ്റ്, ഇതാണ് ഞാൻ പറഞ്ഞ എക്സെപ്ഷൻ്റെ കേസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2003 മെയ്യിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബുൾ മാർക്കറ്റാണ്. ഇത് ഓൾമോസ്റ്റ് ഇത് എൻഡ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം December 2007 ഇത് എൻഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് അതിൻ്റെ December 31 എന്ന് പറഞ്ഞാൽ ഇയർ എൻഡിങ് വരെ ആ ബുൾ മാർക്കറ്റ് നിന്നിരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു December 31, 2007 ഈ ഒരു ബുൾ മാർക്കറ്റ് എൻഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 4.5 വർഷത്തോളം ഈ ബുൾ മാർക്കറ്റ് നിന്നിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബുൾ മാർക്കറ്റ് ഹിസ്റ്ററിയിൽ ഒരു എക്സെപ്ഷനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറയുന്നത് നമ്മൾ വേറെ ബുൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം ബുൾ മാർക്കറ്റുകളല്ല, നമുക്ക് സ്ലോ ആയിട്ടുള്ള ഗ്രോത്താണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരു 2000s ശേഷമാണ് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ബുൾ മാർക്കറ്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാനായിട്ട് പറ്റും ഇതൊരു വലിയൊരു കൺസോളിഡേഷൻ്റെ ഒരു ഫേസൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്ന നമ്മുടെ കോവിഡിൻ്റെ ബുൾ മാർക്കറ്റ് നമുക്കൊന്ന് നോക്കാം. ഇനി നമ്മുടെ ഈ കോവിഡിന് നമുക്കിവിടെ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് മാർച്ചിലാണ്, 2020 മാർച്ചിലാണ്. 2020 മാർച്ച് തൊട്ട് ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ നമ്മുടെ പീക്ക് എന്ന് പറയുന്നത് നിൽക്കുന്നത് 18th October ആണ് 2021 എന്ന് പറഞ്ഞാൽ വീണ്ടും ഓൾമോസ്റ്റ് 1.5 വർഷം. അപ്പോൾ ഇത് ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് മാറ്റി, അല്ല വീക്കിലിൽ നിന്ന് മാറ്റി ഡെയിലിയിലേക്ക് ഒന്നിടാം.
ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട്, മുമ്പത്തെ ചില വീഡിയോസിലും കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടാണ് ഞാൻ ഡാർക്ക് തീം ഒന്ന് മാറ്റിത്തരാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ഇതൊരു കോവിഡിന് ശേഷമുള്ള ബുൾ റണ്ണിൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ ടെക്നിക്കൽസിൽ ആവശ്യത്തിന് റിലേ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു പാറ്റേൺ മാർച്ച് 2020 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ് ട്രെൻഡിലായിരുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു പോയിന്റ് വരെ ഇവിടെ ഒരു അപ്വേർഡ് ട്രെൻഡ് ലൈനിൽ 1, 2, 3, 4 ഓൾമോസ്റ്റ് 4, 5, 6 വട്ടത്തോളം ആ ട്രെൻഡ് ലൈനിൽ റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വാലിഡ് ട്രെൻഡ് ലൈൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു 3 times ഒക്കെ ഒരു ട്രെൻഡ് ലൈൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ ഓൾമോസ്റ്റ് 6 വട്ടം അല്ലെങ്കിൽ ഒരു 7 വട്ടമൊക്കെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രെൻഡ് ലൈനിന്. അപ്പോൾ നമുക്കിതൊരു വാലിഡ് ട്രെൻഡ് ലൈൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ഈ ഒരു പാറ്റേണിൻ്റെ ഈ ഒരു അപ്വേർഡ് ചാനൽ പാറ്റേണിൻ്റെ ഉള്ളിലായിരുന്നു നിഫ്റ്റി. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു പാറ്റേൺ നിഫ്റ്റി താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ നടന്നിട്ടുണ്ട് ഈ പാറ്റേണിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇനിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയും, ഈ ബ്രേക്ക് ഡൗൺ നടന്ന അപ്പം തന്നെ അതൊരു ക്രാഷാണ് അല്ലെങ്കിൽ ഒരു കറക്ഷൻ ആണെന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മൾ ഇഷ്ടമായി പ്രൈസ് ആക്ഷൻ എല്ലായിടത്തും ഒരേമാതിരിയാണ് വർക്ക് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ വർക്ക് ചെയ്യുന്ന മാതിരി തന്നെയാണ് ഏതൊരു സ്റ്റോക്കിലും അല്ലെങ്കിൽ ഒരു കൊമോഡിറ്റിയിലോ ഫോറക്സിലോ എവിടെ വേണമെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നത്. പ്രൈസ് ആക്ഷൻ സെയിം ആണ്, സപ്ലൈ ഡിമാൻഡ് ബേസിസിലാണ് പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പാറ്റേണിൽ നിന്ന് ഇപ്പം താഴേക്ക് പോയെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഒരു കറക്ഷൻ ആണെന്നോ ക്രാഷ് ആണെന്നോ നമുക്ക് 100% ഷുവറായിട്ട് പറയാനായിട്ട് പറ്റില്ല. ചില നേരത്തെ എന്താ ഉണ്ടാവുക, ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് തിരിച്ച് ചിലപ്പോൾ ഈ പാറ്റേണിൻ്റെ ഉള്ളിൽ കയറി മുമ്പത്തേലും സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ റാലി നടന്നു എന്നൊക്കെ വരാം. പക്ഷേ ഇപ്പം നിലവിൽ നിൽക്കുന്നത് ഈ ഒരു പാറ്റേണിൽ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ നടത്തിയിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പാറ്റേണിൽ നിന്ന് ബ്രേക്ക് ഡൗൺ നടത്തി തിരിച്ച് ഈ ഒരു പാറ്റേണിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ചെറിയ രീതിയിൽ ഒരു റീടെസ്റ്റ് നടത്തി വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലും തവണ കാണാൻ പറ്റും ഇങ്ങനെ പാറ്റേണിൽ നിന്ന് താഴേക്ക് വന്നാൽ ഇമീഡിയറ്റ് ആയിട്ട് കയറും, അത് മുകളിലേക്ക് വൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ ഇവിടെ ഒരു ചെറിയ റീടെസ്റ്റ് നടത്തിയിട്ട് വീണ്ടും താഴേക്ക് വരാണ് നമ്മളിവിടെ ചെയ്തത്. ഇപ്പോഴും നമുക്കൊന്നും കൺഫേം ചെയ്യാനായിട്ടില്ല. ഒന്നും നമുക്ക് കൺഫേം അല്ലെങ്കിൽ ഷുവറായിട്ട് പറയാനായിട്ട് പറ്റില്ല. നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാൻ തന്നെ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം. നമ്മുടെ റിസ്കിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് തന്നെ തീരുമാനിച്ച ഡിസിഷൻസ് എടുക്കാനായിട്ടാണ് സാധിക്കുക. ഇനി ഞാൻ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞുതരാം. ഷാർപ്പായിട്ട് നീങ്ങിയിട്ടുള്ള ബുൾ മാർക്കറ്റ് പലപ്പോഴും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ക്രാഷിലേക്ക് പോകുന്നതിന് പകരം കുറേ നേരം ചിലപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ആംഗിൾ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? ഭയങ്കര സ്റ്റീപ്പായിട്ടാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഷാർപ്പ് ബുൾ മാർക്കറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനൊരു ബുൾ മാർക്കറ്റിൽ പലപ്പോഴും ഈ ഒരു പാറ്റേണിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ക്രാഷ് നടക്കാനായിട്ട് ഉള്ളൊരു കൂടുതൽ പ്രോബബിലിറ്റി ഇത് പലപ്പോഴും ഇവിടെ തന്നെ ചെറിയ രീതിയിലൊന്ന് കൺസോൾഡേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ കൺസോൾട്ടേഷൻ ഒരാഴ്ചയിലോ അല്ലെങ്കിൽ 1 മാസത്തിലോ 2 മാസത്തിലോ നടക്കുന്ന കാര്യമില്ല. അത് കുറേ മാസങ്ങൾ നീണ്ടു നിൽക്കാം, ചിലപ്പോൾ ഒരു വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കാം. അതും എക്സീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പലപ്പോഴും ഒരു കൺസോളിഡേഷനാണ് നമ്മൾ നോർമലി കാണാറ്. അപ്പോൾ കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും ഇതൊരു 17,600 to ഒരു 16,000 റേഞ്ചിലായിരിക്കും കൺസോൾട്ടേഷൻ. അല്ല, കൺസോൾട്ടേഷൻ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു 20 to 30% ഒക്കെ കറക്ഷൻ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മളൊരു കൺസോൾട്ടേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയും. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 14,000 ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും അതിനെ നമ്മളൊരു ക്രാഷ് ആയിട്ട് കൂട്ടില്ല. അതിനെ നമ്മളൊരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്തി കറക്ഷൻ ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കറക്ഷൻസ് നമുക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കറക്ഷൻ കാണിച്ചാൽ ഇപ്പോൾ 2021 ഫെബ്രുവരിയിൽ ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 10%, ഒരു ചെറിയ കറക്ഷനാണ്. അപ്പോൾ കറക്ഷൻ്റെ ഡെഫിനീഷനിൽ ഒരു 20%, 25% ഒക്കെ കറക്ഷൻ്റെ ഒരു ഡെഫിനീഷനിൽ പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 20% പോയി ചിലവരത് ക്രാഷ് ആയി എന്നൊക്കെ പറയും. അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ ഞാൻ പറയുന്നത് കറക്ഷൻ്റെ ഡെഫിനീഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 20 to 30% ഒക്കെ കറക്ഷൻ്റെ ഉള്ളിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു കറക്ഷൻ സ്റ്റേജിലേക്കൊക്കെ പോകാനായിട്ടാണ് കൂടുതലും പോസിബിലിറ്റി. ഒരു അപ് ട്രെൻഡ് ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ചിലപ്പോൾ നല്ലപോലെ ഒരു കറക്ഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളും സംഭവിച്ചിട്ടായിരിക്കും ഇനി ഒരു അപ് ട്രെൻഡ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ഓൾറെഡി അറിയുന്ന ഒരു കാര്യമായിരിക്കും. നമ്മുടെ ഇന്ത്യൻ എക്കണോമി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്മുടെ നിഫ്റ്റിയുടെ സെൻസെക്സിൻ്റെയും കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ക്രാഷുകളും കറക്ഷനുകളും ഭയങ്കര ഷോർട്ട് ലിവ്ഡ് ആണ്.
ഒരു അപ്പ് ട്രെൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഒരു അപ്പ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റ് നമുക്ക് നോർമലി ഒരു 1.5 to 2 years ഒക്കെയാണ് നോർമലി നീണ്ടു നിൽക്കുക. യൂഷ്വലി ഒരു ആവറേജ് എടുത്താൽ നീണ്ടു നിൽക്കുക. അതേസമയം ഒരു ക്രാഷ് അല്ലെങ്കിൽ കറക്ഷൻ എന്ന് പറയുന്നത് ഒരു 1 year ഒക്കെയാണ് മിക്കപ്പോഴും നമ്മൾ കണ്ട് കാണാറ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഇവിടുത്തെ ക്രാഷിൻ്റെ കാര്യം ഞാൻ പറയുന്നത് വളരെ ക്വിക്കായിട്ട് ക്രാഷ് ചെയ്തു, അതേപോലെ തന്നെ റിവേഴ്സ് ചെയ്തു. ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ഈ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ പീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പീക്ക് പോയിന്റിൽ നിന്ന് ഒരു കറക്ഷൻ നടക്കുക, ഒരു 25% ഒരു കറക്ഷൻ നടത്തി. അത് അതിനെടുത്ത ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 2015 ഏപ്രിൽ തൊട്ട് 2018 മാർച്ച് വരെ. അപ്പോൾ 2016 മാർച്ച് വരെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1 year ആണ് ഈ കറക്ഷൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. നമുക്ക് വേറെ എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതാ ഇവിടെ വീണ്ടും ഇതാണ് ഇതിൻ്റെ പീക്ക്. ഈ പീക്കിൽ നിന്ന് കറക്ഷൻ നടത്തിയിട്ടുള്ളത് ഓൾമോസ്റ്റ് 2010 നവംബർ തൊട്ട് 2012 നവംബർ ജനുവരി വരെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വീണ്ടും ഇവിടെ 2 വർഷത്തോളം ഒരു കറക്ഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നോർമലി ഒരു ആവറേജ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ 1 വർഷമാണ് അതിൻ്റെ ടൈം പീരീഡ്. ഇവിടെ ഇപ്പോൾ 2 വർഷം ഉണ്ടായിട്ടുണ്ട്. ഇനി അതുമാതിരി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് നമ്മൾ കണ്ട ഇന്ത്യയിലെ വെച്ച് ഏറ്റവും വലിയ ബുൾറൺ എന്ന് പറയുന്നത് 2003 തൊട്ടിട്ട് 2008 വരെ. ഇതൊരു വലിയ ബുൾറണ്ണാണ്. അപ്പോൾ അതിന് തക്കതായ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രാഷോ ഇവിടെ നടക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ജനുവരി 2008 തൊട്ട് ഓൾമോസ്റ്റ് ഡിസംബർ 2008 എന്ന് പറഞ്ഞാൽ എക്സാക്ട് 1 year ആണ് ഈ ഒരു കറക്ഷൻ നടന്നിട്ടുള്ളത്. വലിയൊരു കറക്ഷനാണ്, അല്ലെങ്കിൽ ചിലർ ഇതിനെ ക്രാഷ് എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ഇതിനെ ഡൗൺ ട്രെൻഡ് എന്ന് വിളിക്കാം, കറക്ഷൻ എന്ന് വിളിക്കുന്നില്ല, ക്രാഷ് എന്ന് വിളിക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഡൗൺ ട്രെൻഡ് ഓൾമോസ്റ്റ് 1 year ആണ് ഇവിടെ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ആവറേജ് നമ്മുടെ ഒരു ഇന്ത്യൻ എക്കണോമിയിൽ ഒരു ഡൗൺ ട്രെൻഡ് നടക്കുന്നത് ഓൾമോസ്റ്റ് അത് ലാസ്റ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 1 year ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നില്ല. ഒരു ലോങ് ടേമിലേക്ക് ഒരു 5 year അല്ലെങ്കിൽ ഒരു 6-7 yearsലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു വലിയൊരു പ്രോബ്ലം അല്ല. ട്രേഡേഴ്സിനെയാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ട്രേഡേഴ്സ് തന്നെയാണ് അവരുടെ ഫണ്ട് അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ കൂടുതൽ കാലം ബ്ലോക്കായി കിടക്കുമെന്ന് പേടിയുള്ള ട്രേഡേഴ്സാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അവർ ഈ ടെക്നിക്കൽസിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി ക്രാഷ് ഉണ്ടാകാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ഉണ്ടാകാൻ പോകുന്നുണ്ടോ നേരത്തെ കൂട്ടി ഐഡൻറ്റിഫൈ ചെയ്യണം അവർ, അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ നഷ്ടപ്പെടാനായിട്ടുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഇനി നിങ്ങൾ എൻ്റെ പണ്ടത്തെ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാൻ വൈൻസ്റ്റീൻ്റെ 4 stages ഓഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്റ്റാൻ വൈൻസ്റ്റീൻ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററാണ്. അദ്ദേഹം ഒരു മാർക്കറ്റിൻ്റെ 4 stages ആണ് അതിൽ പറയുന്നത്. ആ സ്റ്റേജസിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് ഞാൻ നിങ്ങൾക്ക് പിക്ചർ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ കാണുന്നതാണ് 4 stages. ഇതിലില്ലാത്തൊരു സ്റ്റേജും ഉണ്ട്. അത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ എൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 stages ആണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അക്യുമുലേഷൻ സ്റ്റേജ് ആണ്. കണ്ടില്ലേ, ഇവിടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് അധികം, സ്റ്റോക്ക് അല്ല, നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി, സെൻസെക്സ് ആണെങ്കിൽ അത്, സ്റ്റോക്ക് ആണെങ്കിൽ അത്, ഇത് എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ നിഫ്റ്റി എന്ന് തന്നെ പറയും. ഇപ്പോൾ നിഫ്റ്റി ഒരു അക്യുമുലേഷൻ സ്റ്റേജിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ വലിയ ബൈങ്ങും നടക്കുന്നില്ല, വലിയ സെല്ലിങ്ങും നടക്കുന്നില്ല, റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണ്, മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഇതിന് ഇവിടെ മാർക്കപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് അപ് ട്രെൻഡ് സ്റ്റേജ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നിഫ്റ്റി അഡ്വാൻസ് ചെയ്യുന്നത്, മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിഫ്റ്റി മുകളിലേക്ക് കയറി ഇവിടെ നല്ലപോലെ ഇവിടെ ബൈ ചെയ്തിട്ടുള്ളവരൊക്കെ നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കി അടുത്ത് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് എത്തി. അതായത് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിയവരൊക്കെ അവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്ന ഒരു പോയിന്റാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ വീണ്ടും സ്റ്റോക്കിൻ്റെ പ്രൈസ് അധികം കയറുന്നില്ല, ചിലർ മേടിക്കുന്നുണ്ട്, ചിലർ വിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മാർക്ക് ഡൗൺ സ്റ്റേജ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡ് സ്റ്റേജ് എന്ന് വിളിക്കാം. ഈ ഡൗൺ ട്രെൻഡ് സ്റ്റേജ് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും സ്റ്റേജ് 1ലേക്ക് എത്തി. ഇത് റിപ്പീറ്റ് അടിക്കുക, ഇത് ലൂപ്പ് അടിക്കുകയാണ് ബേസിക്കലി എന്തുണ്ടാവുക ഒരു മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ 4 സ്റ്റേജ് അല്ലാണ്ട് ഒരു സ്റ്റേജും കൂടി ഉണ്ട്, അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ചില നേരത്തെ എന്താണ്ടാവുക വെച്ചാൽ ഞാനിവിടെ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ചില നേരത്തെ എന്താണ്ടാവുക വെച്ചാൽ ഈ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ പലരും ഇത് കാണുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ, പക്ഷേ ഇത് ചിലപ്പോൾ വീണ്ടും ഒരു കണ്ടിന്യൂവേഷൻ അക്യുമുലേഷൻ സ്റ്റേജ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ വീണ്ടും കുറേ ബൈങ് നടക്കുന്നുണ്ടാവും, എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടത്തി വീണ്ടും ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് പോകുന്നതിന് വരെ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടത്തി മുകളിലേക്ക് തന്നെ വീണ്ടും പോകും. അപ്പം അത് സംഭവിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിനെ ബേസ് ചെയ്തൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് മുമ്പ് നമുക്ക് മുൻകൂട്ടി ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതാണ് സ്റ്റാൻ വൈൻസ്റ്റീൻ്റെ ബേസിക്കലി 4 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്
എന്താ പറയുക, ഒരു മാർക്കറ്റ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഈ ഒരു 4 സ്റ്റേജ് അല്ലെങ്കിൽ ഒരു 5 സ്റ്റേജിൻ്റെ പുറത്താണ് മാർക്കറ്റ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ എക്സാമ്പിൾ, നമ്മുടെ നിഫ്റ്റിയുടെ കേസ് എടുക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്നത് ഇതൊരു 2016 ഫെബ്രുവരി തൊട്ട് ഒരു അപ് ട്രെൻഡ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റി. നിഫ്റ്റിയിൽ ഒരു അപ് ട്രെൻഡ് കഴിഞ്ഞു, വീണ്ടും ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം പ്രോഫിറ്റ് ഇവിടെ ബൈ ചെയ്തവരൊക്കെ ഇവിടെ സെല് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ നടന്നു, മാർക്കറ്റ് മുകളിലേക്കും പോകുന്നില്ല, വല്ലാണ്ട് താഴേക്കും പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് നടന്നു. ആ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിൽ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ നടന്നു. ഇതാണ് നമ്മുടെ സ്റ്റേജ് 4. അപ്പോൾ കണ്ടു, ഇത് നമ്മുടെ സ്റ്റേജ് 2 ആണ് എന്ന് പറഞ്ഞാൽ അപ് ട്രെൻഡ് സ്റ്റേജ് 2 ആണ്. ഇവിടെ കാണുന്നത് സ്റ്റേജ് 1. അപ്പോൾ സ്റ്റേജ് 2 ഇവിടെ ഈ കൺസോൾട്ടേഷൻ സ്റ്റേജ് 3, താഴേക്ക് സ്റ്റേജ് 4 ഡൗൺ ട്രെൻഡ്. അത് കഴിഞ്ഞ് ഈ ഡൗൺ ട്രെൻഡ് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റേജ് 1 എത്തണം. അപ്പോൾ ഇവിടെ നമ്മുടെ കോവിഡിൻ്റെ ക്രാഷ് ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റേജ് 1 അധികം കാണാനായിട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെയാണ് റിവേഴ്സ് ചെയ്തത്. ഇപ്പോൾ ഒരു ചെറിയൊരു സ്റ്റേജ് 1 ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റേജ് 2ലേക്ക് കടന്നു, നല്ല പോലെ ഒരു റാലി നടത്തി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ പടത്തിലില്ലാത്ത സ്റ്റേജ് 3ൻ്റെയും 4ൻ്റെ ഇടയിലുള്ള സ്റ്റേജാണിത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും 2021 സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുള്ളൊരു നല്ല പോലെ ഒരു കറക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നു ഈ കറക്ഷൻ. കണ്ടില്ലേ, ഒരു 3 മാസത്തോളം നീണ്ടുനിന്ന, ജനുവരി ഫെബ്രുവരി തൊട്ട് ഓൾമോസ്റ്റ് ഒരു ഏപ്രിൽ വരെ നീണ്ടുനിന്ന ഈ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ചിലർ വിചാരിച്ചു ഇത് കഴിയുമ്പോൾ ബ്രേക്ക് ഡൗൺ നടന്നു, നിഫ്റ്റി താഴേക്ക് ക്രാഷ് ചെയ്യുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ച വരി ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് നടത്തി മുകളിലേക്ക് പോയി. വീണ്ടും ഈ ഒരു പാറ്റേണിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് വീണ്ടും ഒരു അപ് ട്രെൻഡ് നടത്തി, വീണ്ടും പിന്നീട് ഈ ഒരു പാറ്റേണിൽ ബ്രേക്ക് ഡൗൺ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെയാണ് നമ്മളൊന്ന് കോഷ്യസ് ആവേണ്ടത്. കാരണം ഇത്രയും കാലം 1.5 വർഷത്തോളം നീണ്ടു നിന്ന പാറ്റേണിൽ നിന്നാണ് ബ്രേക്ക് ഡൗൺ താഴേക്ക് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇത്രയും നേരത്തെ വേരിയബിൾസ് നമ്മൾ നോക്കി. നോർമലി ഒരു അപ് ട്രെൻഡ് ലാസ്റ്റ് ചെയ്യുന്ന 1.5 വർഷമാണ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 വർഷമായിട്ടുണ്ട്. പിന്നെ ഒരു ട്രെൻഡ് ലൈൻ, സ്റ്റാൻ വൈൻസ്റ്റീൻ്റെ തിയറി പ്രകാരം ഒരു എന്താ പറയുക, ഇതിപ്പോൾ നമുക്കൊരു അക്യുമുലേഷൻ സ്റ്റേജ് ആണോ, തിരിച്ച് ബ്രേക്ക് ഔട്ട് നടത്തി മുകളിലേക്ക് പോകുന്ന ഇപ്പം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് കുറച്ചും കൂടി ലേറ്റർ സ്റ്റേജിൽ, ലേറ്റർ ടൈമിലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പം എന്തായാലും ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷനാണ് ഇപ്പം നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ഇവിടെ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ച് ക്രാഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് നടത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. ഒരു വലിയൊരു പീരീഡിലേക്ക് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഒരു കൺസോൾട്ടേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ച് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊരു ഇൻഡിസിഷൻ സ്റ്റേജാണ്. നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, നമ്മൾ വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ അത് ബുക്ക് ചെയ്തിട്ട് നമ്മുടെ ക്യാപിറ്റൽ കുറച്ച് മാറ്റി വെക്കുന്നതാണ് ഇപ്പം നല്ലത്. ഞാനത് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ചെറിയ രീതിയിൽ നമ്മുടെ ക്യാപിറ്റൽ ഒന്ന് വിഡ്രോ ചെയ്യുക, ടേബിളിൽ നിന്ന് ക്യാപിറ്റൽ കുറച്ച് മാറ്റി എടുത്തു വയ്ക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാൻ. അതിപ്പോൾ തൽക്കാലം ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു ഇൻഡിസിഷൻ സ്റ്റേജാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ സേവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കാം. നിങ്ങൾക്ക് മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്യാപിറ്റൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേയധികം ഫാക്ടേഴ്സ് കണ്ടു, കുറേയധികം കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.